ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 60. ഇന്ന് കിതാബു തൗഹീദിൽ ബാബു മിനശ്ശിർക്കി ലുബുസുൽ ഹൽഖത്തി വൽ ഖൈത്തി വനഹീഹിമ ലി റഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി എന്ന ബാബിൽ ഉള്ള മസ്അലകൾ മാത്രമാണ് പറയുന്നത്. ഷറഹ് അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ്. കൂടാതെ ഇതിൻ്റെ പദ്യാവിഷ്കാരം മലയാളിയായ ഉസ്താദ് അൻവർ ഫദ്ഹലി അവർ തയ്യാറാക്കിയത് അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാബു മിനശ്ശിർക്കി ലുബുസുൽ ഹൽഖത്തി വൽ ഖൈത്തി വനഹ്വിഹിമ. ഹൽഖത്ത് വളയം, തകിട് ഒക്കെ, ഏലസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. വൽ ഖൈത്തി നൂല്, വനഹ്വിഹിമ അതുപോലത്തതും ധരിക്കൽ അത് സംബന്ധിച്ച് അത് ഷിർക്കാണ് എന്നത് സംബന്ധിച്ച്. ലി റഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി ഒരു വിപത്ത് ഉയർത്തുന്നതിന്, വിപത്ത് ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ അത് തടയുന്നതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അയക്കല്ല്, പിന്നെ തകിട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധരിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തും ഹദീസുകളും നേരത്തെ ഉദ്ധരിച്ചു. ഇനി അതിൽ പറയാണ് ഫിഹി മസായിലുൻ, ഇതിൽ ചില മസാലകളുണ്ട്. അൽ ഉല, ഒന്നാമത്തത് അത്തഗ്ലീദു ഫി ലുബുസിൽ ഹൽഖത്തി വൽ ഖൈത്തി വനഹ്വിഹിമ ലിമിസ്ലി ദാലിക്. ഇങ്ങനെ വളയങ്ങൾ, തകിടുകൾ, ഏലസ് ഇതൊക്കെ, അതേപോലെ നൂല്, ചരട്, ഇങ്ങനത്തെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ധരിക്കൽ ഉപദ്രവം തടയലോ ഉപകാരമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യൽ, അതിൻ്റെ ഗൗരവം ബോധിപ്പിക്കൽ. അസാനിയത്തു, രണ്ടാമത്തത് അന്ന സ്വഹാബിയ ലൗ മാത്ത വഹിയ അലഹി. ഇങ്ങനെയുള്ള ഉറുക്കുകളും ഏലസുകളുമൊക്കെ ധരിച്ച അവസ്ഥയിൽ ഒരു സ്വഹാബി മരിച്ചാൽ പോലും മാ അഫ്ലഹ, അദ്ദേഹം വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വിജയം വിജയിക്കുകയില്ല എന്നാണ് അതിൻ്റെ വിവരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഫിഹി ഷാഹിദുൻ ലി കലാമി സ്വഹാബത്തി. മാത്രമല്ല ഇതിൽ സഹാബത്തിൻ്റെ കലാമിനുള്ള സാക്ഷ്യമുണ്ട്. അന്ന ഷിർക്കൽ അസ്ഗറ അക്ബറു മിനൽ കബായിരി. ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഷിർക്കുൽ അസ്ഗർ എന്ന് പറയുമ്പം ഷിർക്കാണെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ഈ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരം ഷിർക്കല്ല, പുറത്തു പോകുന്ന തരം ഷിർക്കാണെങ്കിൽ അതിന് ഷിർക്കുൽ അക്ബർ എന്നാണ് പറയുക. അപ്പം എന്നിരുന്നാൽ പോലും ഈ ഷിർക്കുൽ അസ്ഗർ ഉണ്ടല്ലോ, വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്ന്. അസാലിസത്തു, മൂന്നാമത്തത് അന്നഹു ലം യുഅ്ദർ ബിൽ ജഹാലത്തി. അജ്ഞത ഇതിന് ഉദറല്ല എന്നത്, ന്യായമല്ല എന്ന്, എക്സ്ക്യൂസ് അല്ല. റാബിയ, നാലാമത്തത് അന്നഹ ലാ തൻഫഉ ഫിൽ ആജില ബൽ തദുറു ലിഖൗലിഹി ലാ തസീദുക ഇല്ലാ വഹ്ന. ഇങ്ങനെയുള്ള ഉറുക്ക്, അലസ്, ഐക്കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അത് മന്ത്രച്ചരടുകൾ, ഇതൊക്കെ അത് പെട്ടെന്ന് ഉപകാരപ്പെടുകയല്ല ചെയ്യുക, അത് എന്താണ്, ഉപദ്രവം വർദ്ധിപ്പിക്കുക ചെയ്യുക. അതാണ് ലാ തസീദുക ഇല്ലാ വഹ്ന എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെനിക്ക് ദുർബലത വർദ്ധിപ്പിക്കേ ഉള്ളൂ, രോഗം ഭേദാകല്ല ചെയ്യാന്ന്. അൽ ഖാമിസത്തു, അഞ്ചാമത്തത് അൽ ഇൻകാറു ബി തഗ്ലീദി അലാ മൻ ഫഅല മിസ്ല ദാലിക്. അപ്രകാരം ചെയ്യുന്നതിൻ്റെ ഗൗരവം അത് ബോധിപ്പിക്കുക. അസാദിസ, ആറാമത്തത് അത്തസ്രീഹ് ബി അന്ന മൻ തഅല്ലക ഷൈഅൻ ഉക്കില ഇലൈഹി. ഒരാൾ ഇങ്ങനെ ചരട്, നൂല്, ഏലസ് ഇങ്ങനത്തെയൊക്കെ കെട്ടിയാൽ അയാൾ അതിലേക്ക് തവക്കുലാക്കുന്നു എന്നതാണ്. അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത്. അപ്പോൾ അതിന് പകരം ആ ചരടിൽ, ആ മെറ്റീരിയലിൽ അയാൾ എന്ത് ചെയ്യുന്നു, തവക്കുലാക്കുന്നു എന്നത്, അതിനെ അയാൾ അവലംബിക്കുന്നു, അതിലയാൾ ശമനം കണ്ടെത്തുന്നു. അസാബ്യ, ഏഴാമത്തത് അത്തസ്രീഹ്. അസാമിന, എട്ടാമത്തത് അന്ന തഅലീഖ് അൽ ഖൈത്തി മിനൽ ഹുമ്മ മിൻ ദാലിക്. പനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചരട് മന്ത്രിച്ച് കെട്ടുക എന്നത് അതിൽപ്പെട്ടതാണ്, അപ്പോൾ ഷിർക്കാണ്. അത്താസ്യ, ഒമ്പതാമത്തത് തിലാവത്തു ഹുദൈഫ അൽ ആയ ദലീലുൻ അലാ അന്ന സ്വഹാബത്തെ യസ്തദില്ലൂന ബിൽ ആയാത്തില്ലത്തി ഫി ഷിർക്കിൽ അക്ബർ അലൽ അസ്ഫരി എന്നത്. അതായത് ഇവിടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരായത്തോതി, അധികം ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ഷിർക്ക് വെച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താണ്, ആ ഷിർക്കുൽ അക്ബറാണ്. ആ ഷിർക്കുൽ അക്ബർ ഇവിടെ ഷിർക്കുൽ അസ്ഗറിന് തെളിവായിട്ട് ഉദ്ധരിച്ചു. അപ്പോൾ ഷിർക്കുൽ അക്ബറിൻ്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകൾ ഷിർക്കുൽ അസ്ഗറിന് തെളിവായിട്ട് ഉദ്ധരിക്കുക എന്നുള്ളത് സഹാബാക്കൾ ചെയ്തിട്ടുണ്ടെന്നല്ല. കമാദക്കറ ഇബ്നു അബ്ബാസ് ബി ആയത്തിൽ ബഖറ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ബഖറയുടെ ആയത്തിൽ ചെയ്തിട്ടുള്ള പോലെ, പരാമർശിച്ച പോലെ. അൽ ആശറ, പത്താമത്തത്
അന്ന താലീഖൽ വദായി അനിൽ ഐനി മിൻ ദാലിക്, അതേപോലെ കണ്ണേറിന് വേണ്ടിയിട്ട് വദാ ധരിക്കുക എന്നത് അത് ഷിർക്കിൽപ്പെട്ടതാണ്. അൽ ഹാദി അഷറ 11 അദ്ദുആ അലാമൻ തഅല്ലഖ തമീമത്തൻ അന്നല്ലാഹു ലാ യത്തിമു അലൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ആരെടുത്താൻ ഇങ്ങനെ ഏലസ് അതുപോലത്തെ തമീമത്ത് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയോ രോഗശമനത്തിനൊക്കെ വേണ്ടിയിട്ട് അവന് അത് പൂർത്തിയാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ എന്തിനു വേണ്ടിയാണോ ചെയ്തത് അത് ആ ആവശ്യം പൂർത്തീകരിക്കാതിരിക്കട്ടെ എന്ന്. ഒമൻ തഅല്ലഖ വദഅത്തിൻ ഫലാ വദഅ അല്ലാഹു ലഹു ഐ തറക അല്ലാഹു ലഹു. അതേപോലെ കണ്ണീറിന് വേണ്ടിയിട്ട് വദഅത്തൊക്കെ കെട്ടുന്നത് അത് അവനെ അള്ളാഹു ഉപേക്ഷിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അപ്പോൾ അതിൻ്റെ ഗൗരവം ബോധിപ്പിക്കും. ഇനി ഈ ഭാഗം ഉസ്താദ് അൻവർ ഫദ്ഫരി ഹഫിളഹുല്ല അദ്ദേഹം കവിതാരൂപത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: തഗ്രീദു ലുബ്സി ഹൽഖത്തിൻ വഖൈത്തിൻ വനഹ്വി ദൈനിൻ ലിറജാഇ ഖിസ്തിൻ إن الصحابي إذا ما مات وهي عليه فالفلاح فاتا فيه دليل أن شركا أصغر أكبر من كل كبيرة يرى وأنه بالجهل ليس عذرا وتلك في العاجل أضحت ضررا والنكر بالتغليظ في من فعل مقلد به إليه وكلا وأن من تميمة تعلقا فذاك بالإشراك قد تلصقا تعليقه خيطا لهما تعتبر من ذاك أيضا فاعتزله واعتبر تلاوة الآية من حذيفة دلت على استدلال أهل الصحبة تغليظ لبس حلقة وخيط. അപ്പോൾ വളയം, ചരട്, മന്ത്രച്ചരട് ഇതൊക്കെ കെട്ടൽ രോഗശമനത്തിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഗൗരവം ബോധിപ്പിക്കലാണ്. വനഹ്വി ദൈനിൻ ലിറജാഇ ഖിസ്തിൻ, അതേപോലെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് രണ്ടും അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യൽ. ദൈൻ എന്ന് പറഞ്ഞാൽ ദാ എന്നുള്ളതിൻ്റെ തസ്നിയ എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു ദ്വിവചനം. ഇന്ന സ്വഹാബിയ, നിശ്ചയം സ്വഹാബി ഇതാ മാത്ത, അദ്ദേഹം ഒരു സ്വഹാബി മരിച്ചാൽ വഹിയ അലഹി, ആ ചരടിൽ മന്ത്രച്ചരടിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആയിക്കൊണ്ട് മരിച്ചാൽ ഫൽ ഫലാഹു ഫാത്ത, അയാൾക്ക് എന്താകും? ഫലാഹ്, വിജയം നഷ്ടപ്പെടും എന്ന്, പൂർണ്ണ വിജയം നഷ്ടപ്പെടും എന്നാണ് അൻവർ ഫദ്ഫരി ഉസ്താദ് താലിയക്കായിട്ട് എഴുതിയിട്ടുള്ളത്. അവിടെ ഉദ്ദേശിക്കുന്നത് ഫിഹി ദലീലുൻ അന്ന ശിർക്കൻ അസ്ഗറ അക്ബറു മിൻ കുല്ലി കബീറത്തിൻ യുറ. അപ്പോൾ ഷിർക്കുൽ അസ്ഗർ, മില്ലത്തിൽ നിന്ന് പുറത്തു പോകാത്ത ചെറിയ തരം ഷിർക്ക്, അത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എന്നതിനും ഇതിൽ തെളിവുണ്ട്. വഅന്നഹു ബിൽ ജഹ്ലി ലൈസ ഉദ്റ, ഇവിടെ ഈ വിഷയത്തിൽ ജഹ്ലി എന്നത് ഉദ്റല്ല എന്നത്. വത്തിൽക ഫിൽ ആജിലി അളഹത്ത് ളററ, അത് പെട്ടെന്ന് എന്താണ് ഉപദ്രവമായി മാറുകയാണ് ചെയ്യുന്നത് എന്ന്. കാരണം എന്താണ്? അത് വാഹിനത്തിന് ദുർബലത, രോഗത്തിന് ശമനം എന്ന നിലക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ, സ്വഹാബി പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് എന്താണ്? വഹിനത്ത് വർദ്ധിപ്പിക്കുകയുള്ളൂ, ദുർബലത വർദ്ധിപ്പിക്കുകയുള്ളൂ, അത് രോഗശമനത്തിന് ഉതകൂല, അത് ഷിർക്കാണ് എന്ന രൂപത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചത്. വന്നുക്കുറു ബിത്തഗ്ലീദി ഫീ മൻ ഫഅല മുഖല്ലിദുൻ ബിഹി ഇലൈഹി ഉക്കില, അതേപോലെ ധരിക്കുന്ന ആൾ അതിലേക്ക് തവക്കുലാക്കുന്നു എന്നതാണ്. അള്ളാഹുവിനോടാണല്ലോ തവക്കുലാക്കേണ്ടത്. വഅന്ന മൻ തമീമതൻ തഅല്ലഖ, ഒരാൾ തമീമത്ത് ധരിച്ചാൽ ഫദാക ബിൽ ഇഷ്റാഖി ഖദ് തലസഖ, അവൻ ഇഷ്റാഖ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനോട് ഒട്ടിച്ചേർന്നു എന്നതാണ്. തഅലീഖുഹു ഖൈതൻ ലിഹുമാ തുഅതബർ, അതേപോലെ പനിക്ക് വേണ്ടിയിട്ട് ചരട് കെട്ടുക എന്നത് അത് പരിഗണിക്കപ്പെടുന്നതാണ്. മിൻ ദാക അയ്ദൻ ഫഅതസിൽഹു വഅതബിർ, അതിനാൽ നീ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, നീ ഗുണപാഠം ശ്രദ്ധിക്കുക. തിലാവത്തുൽ ആയത്തി മിൻ ഹുദൈഫ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി എന്നത് അവരിൽ അധിക പേരും അള്ളാഹുവിൽ മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ, ഷിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ആയത്ത് ഓതിയത്. ദല്ലത്ത് അലസ്തിദ്ലാലി അഹ്ലി സുഹബ, അഹ്ലി സുബാന സഹാബാക്കളുടെ തെളിവ് പിടിക്കലിനെ അറിയിക്കുന്നു എന്ന്.